പെൻസിൽ പോലും ഉയർത്താനാവില്ല, കാലുകൾ കുഞ്ഞിന്റേതുപോലെ. സുനിത വില്യംസിനെ കാത്തിരിക്കുന്നത് ഈ ആരോഗ്യപ്രശ്നങ്ങള്. സാധാരണയൊരു യാത്ര കഴിഞ്ഞെത്തുന്നത് പോലെയല്ല ബഹിരാകാശ സഞ്ചാരം കഴിഞ്ഞ് ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നത്. നിരവധി ആരോഗ്യപ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ബഹിരാകാശത്തുനിന്നും തിരിച്ചെത്തുന്ന യാത്രികരെ കാത്തിരിക്കുന്നത്. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ശരീരം പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാനാവുക. 9 മാസത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ സുനിത വില്യംസിനെയും കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒട്ടേറെ ആരോഗ്യപ്രശ്നങ്ങളാണ്. 9 മാസത്തോളം മൈക്രോഗ്രാവിറ്റിയിൽ കഴിഞ്ഞ അവർ ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുക എന്നതാണ് ആദ്യമായി നേരിടുന്ന പ്രശ്നം. ഇതിന് വൈദ്യസഹായവും വേണ്ടിവന്നേക്കും. ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതിനാൽ അവരുടെ കൈകാലുകളിലെ പേശികൾ ക്ഷയിച്ചിട്ടുണ്ടാകും. ബഹിരാകാശത്തെ സീറോ ഗ്രാവിറ്റിയിലും മൈക്രോഗ്രാവിറ്റിയിലും ഏറെനാൾ കഴിയുമ്പോൾ ശരീരത്തിലെ എല്ലുകളുടെ സാന്ദ്രത, രക്തയോട്ടത്തിന്റെ വേഗം, മെറ്റബോളിസം റേറ്റ് എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടാകും. ഒരു പെൻസില് ഉയർത്താനപ്പോലും ഇവർക്ക് പ്രയാസമായിരിക്കും. ബഹിരാകാശത്തെ ജീവിതം ആളുകളുടെ രോഗപ്രതിരോധശേഷി കുറയ്ക്കും. ഇതുകൊണ്ട് തന്നെ ഇവർക്ക് അണുബാധയുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. എല്ലുകൾക്ക് ബലക്ഷയം, ഉറക്കമില്ലായ്മ, മൂത്രത്തിലെ കല്ല്, അണുബാധ, മാനസിക സമ്മർദ്ദം, തലകറക്കം, മന്ദ, ശരീരത്തിന്റെ തുലനനിലയിലെ പ്രശ്നം, പാദത്തിന്റെ അടിവശത്തെ ചർമ്മം നേർത്തുപോകുന്ന അവസ്ഥയായ ബേബി ഫീഡ്. ബഹിരാകാശത്തു നിന്നും തിരിച്ചെത്തുന്ന ആളുകൾ നേരിടുന്നത് ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങളല്ല. സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് ബാലൻസ് കിട്ടാറില്ല. അതുകൊണ്ടുതന്നെ ബഹിരാകാശ പേടകത്തിൽ നിന്നും ഇവരെ ഭൂമിയിലേക്ക് ഇറക്കുക വീൽചെയറിലാണ്. ദ്രാവണ പേടകത്തിലെ ഫ്ലോറിഡയുടെ തീരക്കടലിലെ സ്പ്ലാഷ് ലാൻഡ് ചെയ്ത സുനിതയെയും വിൽമോറിനെയും ക്രൂ 9 രണ്ടംഗങ്ങളെയും ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ ബഹിരാകാശ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഭൂമിയുമായി പൊരുത്തപ്പെടുന്നതിന് ആവശ്യമായ വൈദ്യസഹായവും പിന്തുണയും നൽകും. ന്യൂസ് 4 വേണ്ടി ജിൻസി കുര്യൻ.